പാർട്ടിക്കും ഖാലിസ്ഥാൻ ഭീകരരുമായി അവിഹിത ബന്ധമോ ഉണ്ടെന്ന് പുറത്തു വന്ന വിവരങ്ങൾ എഎപിയും കേജ്രിവാളും ഒരക്ഷരം മറുപടി പറയാത്തത് ദുരൂഹതകൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. അറസ്റ്റിനെ തുടർന്ന് ഇഡി കസ്റ്റഡിയിലുള്ള ഡൽഹി മുഖ്യമന്ത്രി കേജ്രിവാളും എഎപി പാർട്ടിയും ഖാലിസ്ഥാൻ ഭീകരിൽ നിന്ന് $16 മില്യൺ, അതായത് 133.6 കോടി രൂപ കൈപ്പറ്റിയതായി അമേരിക്ക ആസ്ഥാനമായുള്ള ഖാലിസ്ഥാനി ഭീകരൻ ഗുർബന്തൻ സിംഗ് പന്നൂസ് ആണ് വെളിപ്പെടുത്തിയിരുന്നത്. ഇതിനു പിറകെയാണ് മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് അമേരിക്ക ചില പരാമർശങ്ങൾ നടത്തുന്നത്. ഇതും ദുരൂഹത ഉണ്ടാക്കുന്നതാണ്. ഡൽഹിയിൽ സർക്കാർ രൂപീകരിച്ച് 5 മണിക്കൂറിനുള്ളിൽ ഖലിസ്ഥാനി ഭീകരൻ പ്രൊഫസർ ദേവീന്ദർ പാൽ സിംഗ് ബുള്ളറിനെ വിട്ടയക്കാമെന്ന് കേജ്രിവാൾ ഉറപ്പു നൽകിയതായിരുന്നെന്നും ഇതിനായാണ് പണം നൽകിയതെന്നും ഗുർബന്തൻ സിംഗ് വെളിപ്പെടുത്തുന്നത്. 2022 തെരഞ്ഞെടുപ്പിനും എഎപി ഖാലിസ്ഥാൻ ഫണ്ട് ഉപയോഗിച്ചെന്ന് ഗുർബന്തൻ സിംഗ് പന്നൂൻ ആരോപിച്ചിരുന്നു. USA, കാനഡ, UK, EU, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ നിന്നുള്ള ഖലിസ്ഥാൻ അനുകൂല സിഖുകാർ എഎപിക്ക് വൻതോതിൽ ധനസഹായവും പിന്തുണയും നൽകി വന്നിരുന്നെന്നും ഗുർബന്തൻ സിംഗ് പന്നൂസ് ആരോപിച്ചിരുന്നെങ്കിലും ഇതിനൊന്നും ഒരക്ഷരം മറുപടി പറയാൻ എഎപി പാർട്ടിയോ കേജ്രിവാളോ തയ്യാറായിരുന്നില്ല. ഡൽഹി മുഖ്യമന്ത്രി കേജ്രിവാൾ 2014 ന്യൂയോർക്കിലെ റിച്ച്മണ്ട് ഹിൽസിലെ ഗുരുദ്വാരയിൽ വെച്ച് ഖാലിസ്ഥാൻ അനുകൂല ഗ്രൂപ്പുകളായി കൂടിക്കാഴ്ച നടത്തിയിരുന്നെന്നും അവിടെ വെച്ചാണ് സാമ്പത്തിക സഹായത്തിന് പകരമായി 1993 ഡൽഹി സ്ഫോടനത്തിന്റെ ആസൂത്രകൻ ജയിലിൽ കഴിയുന്ന ഖാലിസ്ഥാൻ ഭീകരൻ ബുള്ളറിനെ മോചിപ്പിക്കുമെന്ന് കേജ്രിവാൾ വാഗ്ദാനം ചെയ്യുന്നതെന്നുമാണ് ഗുർബന്തൻ സിംഗ് പന്നൂസ് ലോകം കണ്ട വീഡിയോ സന്ദേശത്തിലൂടെ പറഞ്ഞിരുന്നത്. സത്യസന്ധരായ ഇന്ത്യൻ ഹിന്ദുക്കളെന്ന് സ്വയം വിളിക്കുന്ന അരവിന്ദ് കേജ്രിവാളും അദ്ദേഹത്തിന്റെ കൂട്ടാളികളും സത്യസന്ധരായ ഇന്ത്യൻ ഹിന്ദുക്കളെക്കാൾ അപകടകാരികളാണെന്നും വീഡിയോയിൽ പന്നൂൻ കുറ്റപ്പെടുത്തിയിരുന്നു. 2014 മുഖ്യമന്ത്രി പദവി ഇല്ലാതിരുന്ന സമയത്താണ് കേജ്രിവാൾ US-ലെത്തുന്നത്. സർക്കാർ രൂപീകരിച്ച് 5 മണിക്കൂറിനുള്ളിൽ പ്രൊഫസർ ദേവീന്ദർ പാൽ സിംഗ് ബുള്ളറിനെ മോചിപ്പിക്കുമെന്ന് ഖാലിസ്ഥാൻ അനുകൂല ഗ്രൂപ്പുകൾക്ക് കേജ്രിവാൾ വാഗ്ദാനം നൽകുകയായിരുന്നു. എന്നാൽ അയാളെ വിശ്വസിക്കരുതെന്ന് ഞങ്ങൾ അവരോട് പറഞ്ഞിരുന്നു. ഇപ്പോൾ അയാൾ അധികാരത്തിൽ വന്നിട്ട് 9 വർഷമായി. 2014 മുതൽ ഖാലിസ്ഥാൻ അനുകൂല സംഘടനകൾ ഗവൺമെന്റ് രൂപീകരിക്കുന്നതിനായി എഎപിക്ക് $14 മില്യൺ ധനസഹായം നൽകിയിട്ടുണ്ടെന്ന് ഗുർബന്തൻ സിംഗ് പന്നൂസ് പറയുകയുണ്ടായി. കേജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ന്യായമായ, സുതാര്യമായ, സമയോചിതമായ നിയമ നടപടികൾ എന്ന ആവശ്യമാണ് അമേരിക്ക ഇതിനു പിറകെ ഇന്ത്യക്ക് മുൻപാകെ ഉന്നയിക്കുന്നത്. നികുതി അധികാരികൾ തങ്ങളുടെ ചില ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചുവെന്ന കോൺഗ്രസ് പാർട്ടിയുടെ ആരോപണത്തെക്കുറിച്ച് അറിയാമെന്നും US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് മാത്യു മില്ലറും പറയുകയുണ്ടായി. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കേജ്രിവാളിന്റെ അറസ്റ്റിനെ കുറിച്ചുള്ള പരാമർശങ്ങളിൽ ഇന്ത്യ ഒരു US നയതന്ത്രജ്ഞനെ വിളിച്ചു വരുത്തി എതിർപ്പ് പ്രകടിപ്പിക്കുകയാണുണ്ടായത്. അരവിന്ദ് കേജ്രിവാളിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള ഈ നടപടികൾ ഞങ്ങൾ സൂക്ഷ്മമായി പിന്തുടരുകയാണെന്നും ഈ വിഷയങ്ങളിൽ ഓരോന്നിനും ന്യായവും സുതാര്യവും സമയോചിതവുമായ നിയമ നടപടികൾ ഞങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു എന്നുമാണ് മില്ലർ പറഞ്ഞിരുന്നത്. ന്യൂയോർക്കിലെ റിച്ച്മണ്ട് ഹിൽസിലെ ഗുരുദ്വാരയിൽ വെച്ച് ഖാലിസ്ഥാൻ ഗ്രൂപ്പുകളായി കേജ്രിവാൾ കൂടിക്കാഴ്ച നടത്തിയെന്നും അവിടെ വെച്ചാണ് സാമ്പത്തിക സഹായത്തിന് പകരമായി 1993 ഡൽഹി സ്ഫോടനത്തിന്റെ ആസൂത്രകൻ ജയിലിൽ കഴിയുന്ന ഖാലിസ്ഥാൻ ഭീകരൻ ബുള്ളറിനെ മോചിപ്പിക്കുമെന്ന് കേജ്രിവാൾ വാഗ്ദാനം ചെയ്യുന്നതെന്നുമുള്ള വിവരങ്ങൾ പുറത്തു വന്ന പിറകെയാണ് കേജ്രിവാളിന്റെ സംരക്ഷകനായി മില്ലർ എത്തുന്നതെന്നാണ് ശ്രദ്ധേയം. അതേസമയം ജയിലിൽ കഴിയുന്ന പ്രതികളെ മോചിപ്പിക്കാമെന്ന് മാത്രമല്ല തീഹാർ ജയിലിലെ തടവുകാർക്ക് മികച്ച സൗകര്യങ്ങൾ നൽകുന്നതിനായും എഎപി പണപ്പിരിവ് നടത്തിയെന്ന വിവരങ്ങളാണ് തുടർന്ന് പുറത്തു വന്നത്. ഡൽഹി മുൻ മന്ത്രി സത്യേന്ദർ ജെയിൻ കോടികൾ ഇങ്ങനെ കൈക്കലാക്കിയെന്ന ആരോപണത്തിൽ CBI അന്വേഷണത്തിന് ഉത്തരവിടുന്നത് ഇതിനു പിറകെയായിരുന്നു.
കുപ്രസിദ്ധ തട്ടിപ്പുകാരൻ സുകേഷ് ചന്ദ്രശേഖറിൽ നിന്ന് 10 കോടി രൂപ കൈപ്പറ്റിയ കേസിൽ ഡൽഹി മുൻ മന്ത്രി സത്യേന്ദർ ജെയിനിനെതിരെ CBI അന്വേഷണത്തിന് ഉത്തരവിട്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് ഉത്തരവാക്കുന്നത്. അഴിമതി നിരോധന നിയമപ്രകാരമാണ് ആം ആദ്മി നേതാവിനെതിരെ CBI അന്വേഷണത്തിന് കേന്ദ്ര സർക്കാർ ഉത്തരവിട്ടത്. ജയിൽ തടവുകാരിൽ നിന്നും കോടികൾ തട്ടിയെന്ന കേസിൽ സത്യേന്ദർ ജെയിനിനെതിരെ CBI അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന ആഭ്യന്തര മന്ത്രാലയത്തിന് ശുപാർശ നൽകുകയാണുണ്ടായത്. തട്ടിപ്പുകാരൻ സുകേഷ് ചന്ദ്രശേഖർ നടത്തിയ വെളിപ്പെടുത്തലാണ് ആം ആദ്മിയെ ജയിൽ വിഷയത്തിൽ വെട്ടിലാക്കുന്നത്. തീഹാർ ജയിലിൽ മികച്ച സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിനായി തടവുകാരായി കഴിയുന്ന പ്രമുഖരായ വ്യക്തികളിൽ നിന്നും കോടികൾ പണം തട്ടുന്ന റാക്കറ്റ് ഉണ്ടെന്നായിരുന്നു സുകേഷ് ചന്ദ്രശേഖർ നടത്തിയിരുന്ന വെളിപ്പെടുത്തൽ. ജയിൽ മന്ത്രിയായിരുന്ന സത്യേന്ദർ ജെയിനും തീഹാർ ജയിൽ DG ആയിരുന്ന സന്ദീപ് ഗോയലും ചേർന്ന റാക്കറ്റായിരുന്നു പണം തട്ടി വന്നിരുന്നത്. തീഹാറിൽ തടവിൽ കഴിയുന്ന ഉന്നത വ്യക്തികൾക്ക് മികച്ച സൗകര്യങ്ങൾ ഉറപ്പുവരുത്താമെന്ന് വാഗ്ദാനം നൽകി അവരിൽ നിന്നും കോടികൾ പിരിവെടുക്കുകയായിരുന്നു AAP മന്ത്രി അടക്കം ചെയ്തിരുന്നത്. ഗവർണർ VK സക്സേനയ്ക്ക് ഇതുമായി ബന്ധപ്പെട്ട് അഭിഭാഷകൻ വഴി അയച്ച കത്തിലാണ് ചന്ദ്രശേഖർ വെളിപ്പെടുത്തലുകൾ നടത്തുന്നത്. 2019-22 കാലയളവിൽ സത്യേന്ദർ ജെയിനിന് 10 കോടി രൂപയും ജയിൽ DG സന്ദീപ് ഗോയലിന് 12.5 കോടി രൂപയും നൽകിയെന്നാണ് സുകേഷ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്നത്. ഇതിലാണ് CBI അന്വേഷണം പ്രഖ്യാപിക്കുന്നത്. ED രജിസ്റ്റർ ചെയ്ത കള്ളപ്പണ കേസുമായി ബന്ധപ്പെട്ട് സത്യേന്ദർ ജെയിൻ നിലവിൽ ജയിലിൽ കഴിയുകയാണ്. 2022 സത്യേന്ദർ ജെയിൻ EDയുടെ അറസ്റ്റിലാവുന്നത്. അക്കാലത്ത് ഡൽഹി സർക്കാരിൽ ആഭ്യന്തര മന്ത്രിയായിരുന്ന ജെയിനിനു വേണ്ടി AAP പാർട്ടിയോ കേജ്രിവാളോ രക്ഷയ്ക്കായി വിശദീകരണങ്ങളുമായി എത്തിയ AAP മന്ത്രിമാരോ കേജ്രിവാളിന്റെ ഭാര്യയോ ഒരക്ഷരം മിണ്ടിയിട്ടില്ല. നന്ദി.